നമുക്കിന്നൊരു മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ? അത് മുട്ടയൊന്നും ചേർക്കാതെ. അപ്പോഴൊരു പാനിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത്, ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണേ. അതും കൂടെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് ഇനി വേണ്ടുന്നത് ഒരു ബൗളെടുത്ത് വെക്കുക. അതിലേക്ക് ഒരു അരക്കപ്പിന് താഴെ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതേ അളവിന് തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ആ ഒരു മിക്സിലോട്ട് ഇതങ്ങോട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഉണ്ടല്ലോ കൈ വിടാതെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ആദ്യം ഒരുമാതിരി കുഴഞ്ഞ മട്ടിലൊക്കെ കാണും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ഈ കടലമാവ് കൊണ്ട് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ സെപ്പറേറ്റായി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാത്ത ഒരു മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. നല്ല പൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാലേ ഇത് മുട്ടത്തോരനല്ലെന്ന് ആരെങ്കിലും പറയോ? ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? ട്രൈ ആക്കല്ലേ?